ഉമ്മ എന്തെങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഞാനുള്ള കാര്യം തന്നെ പറഞ്ഞു. അതിന് മാറ്റമൊന്നുമില്ല. ഞാൻ നാളെ തന്നെ പോകും. നല്ല ചമ്മലുണ്ട് എനിക്ക് അങ്ങോട്ട് പോകാനേ. കാരണം ഞാൻ വെല്ലുവിളിച്ചിട്ട് ഇറങ്ങിയതാണ് എൻ്റെ ആങ്ങളുടെ ധൈര്യത്തിൽ. ഇപ്പം അതൊന്നും നടക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞ് തിരിച്ച് ചെല്ലുമ്പോൾ ഒരു ചമ്മലൊക്കെ എനിക്കുണ്ട്. എന്നാലും സാരമില്ല. ഞാനിനി എന്ത് സഹായിക്കാൻ ഞാൻ തയ്യാറാണ്. ഒട്ടും ഞാൻ പ്രതീക്ഷിക്കാത്തതാണല്ലോ ഇപ്പോൾ ഇവിടെ നടന്നത് തന്നെ. അവിടെ നടന്നതിനെക്കാട്ടും കൂടുതലും എനിക്ക് വിഷമമായത് ഇക്കയുടെ ഈ പെരുമാറ്റം തന്നെ. സാരമില്ല അമ്മ. ഇനി അവിടെ കിടന്ന് ഇനി അവരുടെ തള്ളയുടെയും മോൻ്റെയും ചവിട്ട് കൊണ്ട് മരിക്കേണ്ടി വന്നാലും ഞാനിനി ഇങ്ങോട്ട് വരില്ല. ഇവിടെ ഞാൻ ആരെ തേടിയാണ് വരേണ്ടത്? എൻ്റെ ഒപ്പം കൂടെ നിൽക്കുന്ന ആങ്ങളെയാണെന്ന് കരുതിയിട്ടാണ് ഞാൻ ധൈര്യത്തോടെ വന്നത്. ഇപ്പം എനിക്കതും പോയി കഴിഞ്ഞു. ആരെയും കുറ്റം പറയാൻ പറ്റില്ല അമ്മ. എല്ലാവർക്കും അവരുടെ ജീവിതമല്ലേ വലുത്. അത് ഞാൻ മനസ്സിലാക്കാൻ വൈകിപ്പോയി. എനിക്കിപ്പോൾ അത് മനസ്സിലാക്കി തന്നല്ലോ. ഉമ്മ വിഷമിക്കേണ്ട. ഉമ്മാക്ക് എന്നെ കാണുമെന്ന് തോന്നുമ്പോൾ ഉമ്മ അങ്ങോട്ട് വന്നാൽ മതി. ഞാൻ പിണങ്ങി പോകുമെന്നല്ല. അവരെന്നെ എപ്പോഴും ഇങ്ങോട്ട് വിടില്ല എനിക്കെന്നെ. പക്ഷേ ഇപ്പം ഞാൻ മനസ്സിലാക്കുകയാണ്, എൻ്റെ വാപ്പ ഉണ്ടായിരുന്നെങ്കിലും ആങ്ങളമാരായിട്ടല്ലേ നിൽക്കാൻ പറ്റൂ. എൻ്റെ വാപ്പ ആകാൻ പറ്റില്ലല്ലോ. എൻ്റെ വാപ്പ മരിച്ചതിന് ശേഷം എനിക്കൊരു വാപ്പയില്ലാത്തൊരു വിഷമം എനിക്ക് ഉണ്ടായിട്ടില്ലായിരുന്നു. അന്നൊക്കെ എൻ്റെ എല്ലാ കാര്യത്തിനും എൻ്റെ ഇക്ക കൂടെ നിൽക്കുമായിരുന്നു. എപ്പോഴും അങ്ങനെ നമ്മൾ കരുതരുതല്ലോ. വിഷമിക്കേണ്ട. ഇനി അവിടെ എന്തെന്ന് വന്നാലും ഞാൻ സഹിച്ചോളാം. ആശ്രയിക്കാൻ ആരും ഇല്ലാത്തവർക്ക് അതല്ലേ. ഇനി ഉറക്കൊഴിയണ്ട. ഞാനിപ്പോൾ വന്നോളാം. പോയി കിടന്നോ. ചെല്ല്.